അപ്പോൾ ഹലോ ഹായ് മച്ചാമാരെ നമസ്കാരം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമുള്ള ഒരു പുതിയൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. നമ്മൾ സ്ഥിരം കുളമൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളും കുട്ടികളും ഇവിടെ ഉള്ള എല്ലാവരും കൂടെയൊക്കെ ചേർന്നിട്ട് ഫാമിലി അവരും അവരുടെ ബന്ധുക്കളും ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു മീൻപിടുത്തമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ മച്ചാമാരെ ഞാനുണ്ട്, അതാണ്ട് നമ്മളെ സുഹൃത്തുണ്ട്, പുള്ളിക്കാരനുണ്ട്, അപ്പോൾ ഇമ്രാനുണ്ട്. ഇമ്രാൻ ഇരയൊക്കെ എടുത്ത് കൊരുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മീനുകളെയൊന്നും അങ്ങോട്ട് കാണാനില്ല, ചെറിയ പരലും ഇതൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെയുള്ള സമയത്ത് ഒരു ചെറിയൊരു ഐഡിയ, ഒരു കള്ളപ്രയോഗം നടത്താറുണ്ട്. ചെറുതായിട്ട് വടിയോ സ്റ്റിക്കിൻ്റെ തലയിട്ടൊന്ന് വെള്ളത്തിൽ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2-3 തീറ്റയും കൂടെ ഇട്ടിട്ട് 2-3 തരി തീറ്റയും കൂടെ ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, സാധാരണ മീൻ പിടിക്കുന്ന അതേ മോഡലിൽ തന്നെ തുടങ്ങുക. അപ്പോൾ ഇവർ ഈ അനക്കവും കൂടെ കേട്ട് 2 തരി തീറ്റയും കൂടെ വീഴുമ്പോഴത്തേക്ക് ഇവരോട് ഓടി അടുത്തെത്തും. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ പതുക്കെ നമ്മൾ തീറ്റയാണ് ഇട്ടതെന്നും പറഞ്ഞ് വന്ന് എല്ലാവരും കൂടെയൊക്കെ ഓടി വന്ന് അപ്പോൾ ഒരു 5-6 തരി തീറ്റയും കൂടെയൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും അവരെ പറ്റിക്കണ ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ വളർത്തുകുളവും കൂടെ ആയതുകൊണ്ട് ഒരു പതുക്കെ നൈസായിട്ടൊരു സൈഡിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തീറ്റയും കൂടെ അങ്ങോട്ട് ഇട്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോഴപ്പോഴും വന്ന് പൊങ്ങും. എന്നിട്ട് പിന്നെ ഇവർ ഈ സൈഡിൽ മൂലയ്ക്ക് തന്നെ നിൽക്കും. പിന്നെയും തീറ്റ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആ മൂലയ്ക്ക് തന്നെ നിൽക്കും. ആ സമയം കൊണ്ട് നമുക്ക് പയ്യെ ചൂണ്ടയിട്ട് ഇവരെ പതുക്കെ കഴിഞ്ഞ് കയറ്റാം. ഇപ്പോൾ ആളെണ്ണം കൂടുതലാണ് മീൻ പിടിക്കുക. ഇനിയിപ്പോൾ ഈ ഒരു കുളത്തിൽ നിന്ന് പല കുളത്തിലോട്ടായിട്ട് മാറി നിന്ന് പിടിക്കലേ നടക്കുള്ളൂ എന്ന് തോന്നണം. അപ്പോൾ ആൾ കൂടുതലാണ് ഇപ്പം മീൻ പിടിക്കാൻ ഓൾറെഡി. കയ്യിലുണ്ട്. അതിന്റെ വയറ് കണ്ടായിരിക്കുന്ന വയറ് വെച്ചിങ്ങനെ ആശാന 2 എണ്ണം പറ്റിച്ചിട്ടുണ്ട് കേട്ടാ. കിട്ടുമെന്ന് നോക്കട്ടെ. ഈ കൂട്ടാച്ചി അവിടെ കണ്ട അടയ്ക്കാൻ അതൊക്കെ എന്നാ ഉണ്ട്. നല്ലൊരു പിടി പിടിച്ചതാണ്. ഉരുട്ടാൻ മൊത്തമാണ് പറ്റിക്കുന്നത്. എനിക്കുള്ളൊക്കെ അറിഞ്ഞ് പിടിച്ചു കൊടുത്താലേ ഇതിന് എട്ടിൻ്റെ കണ്ണു തുറക്കുന്നു. ആ സെക്ഷൻ അവിടെ മൊത്തം ചെറുതാണെന്ന് തോന്നുന്നു. ഇമ്രാൻ എന്താ ഒരു മീനുമായിട്ട് വരെയാണ്, ഒരു പുളപ്പാസ് മീൻ. ഇതെവിടെ നിന്ന് കിട്ടിയാ? അവിടെ നേരെ വെച്ചാ എന്തിനാണ് സാധനം? വെറും സിലോപ്പിയ. ആ അപ്പം നമ്മൾ
അടുത്ത കുളത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നമ്മളെ കുഞ്ഞന്മാർ നിന്ന് പിടിക്കുകയാണ്. കുഞ്ഞന്മാരടുത്തോട്ട് പോവാം. ഇതിലൊക്കെ ഉണ്ട് മീൻ, ഇതിലൊക്കെ ഉണ്ട്. പക്ഷന്മാരൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ഏതായാലും നമുക്ക് ഇവരവിടെ നിന്ന് തകർക്കുകയാണ്. അങ്ങോട്ട് പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, മീനുണ്ടോ എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ കിട്ടിയാടേ, മീൻ കിട്ടിയാ? കൊത്തുണ്ടോ? നമുക്ക് ഇനിയും പിടിക്കാം. ഇത് ചെറിയ കൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം പിടിക്കുമോ ഇല്ല എന്നുള്ളത്. ഒരു കുറച്ച് ദിവസമായിട്ട് തീറ്റ കിടക്കുമൊന്നുമില്ല. എങ്കിലും മീൻ നല്ല മുഴുത്ത സാധനങ്ങളാണ് ഇത് കിടക്കണത്. കിട്ടി 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 കിട്ടേ. ഞാട് വാ. അതെ കണ്ട, നല്ല കുഴപ്പമൊരു സിലോപ്പിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലൊരു സ്റ്റൈല സിലോപ്പിയ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല മുഴുത്ത ഒരു സിലോപ്പി. ഏകദേശം എങ്ങനെ പോയാലും ഒരു 1/2 കിലോ വരും ഒരു മുഴുത്ത സിലോപ്പി. അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. അടുത്ത ആൾ ആരാണ് ഭാഗ്യവാനെന്നുള്ളത് നോക്കുകയാണ്. എന്തായാലും വളരെ താമസമില്ലാതെ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഒരു തീറ്റയൊന്നും ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കറി വീണാലായി. അപ്പോൾ അതാ എന്തായാലും എല്ലാവരും എനിക്ക് മീൻ കിട്ടിയ സൈഡിൽ തന്നെ അപ്പുറത്ത് നിന്ന് എല്ലാവരും നിര ചൂണ്ടയിടുകയാണ്. അപ്പോൾ അടുത്തത് ഉടനെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊത്തുണ്ട് ചെറിയ. പോയി എന്നെ പറ്റിച്ചുകൊണ്ട് പോയി. എന്തായാലും നമുക്ക് വീണ്ടും നോക്കാം, ഇനി ആരാണ് ഭാഗ്യവാനെന്ന് നോക്കാം. കൊത്ത് നല്ല ഉണ്ട്, പക്ഷെ പെട്ടെന്ന് അവർ ഊരിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇര അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം എന്തായാലും അടുത്ത് നമുക്കൊന്നുകൂടെ കുരുത്തിട്ട് നോക്കാം. ഇര എടുത്തുകൊണ്ട് വന്നാലേ ഇനി കളി കിടക്കുമോ കേട്ടോ. അടുത്ത ഇര കൊണ്ടുവരും. ഇര പോയ കളിയിലിൻ്റെ ആ ഇതിലുണ്ടല്ലോ, അതിൽ കിടപ്പുണ്ട്. പോയിട്ട് വരും. അത് അവരാരെങ്കിലും നോക്കിക്കോളും. വേണ്ട, ഇവരൊക്കെയാണ് ആൾക്കാർ. വേണ്ട നിന്ന് തകർത്ത് നിന്ന് വരിയായി ഇടയാണ്. നമ്മളാ റംസാനടുത്ത് ഇര എടുക്കാനുള്ള പോക്കിലാണ്. എടാ മോനെ, അതിൽ ഇര ഇരിപ്പുണ്ട്. വേറെ ഒരു ചെറ്റ എന്തെങ്കിലും എടുത്തെടുത്തിട്ട്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം, കിട്ടുമെന്ന് നോക്കാം. ഞാനിതാ അടുത്ത് ഇമ്രാൻ ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വരെയാണ്. ഇമ്രാൻ എന്താ അടുത്ത കൊമ്പനെ ഇമ്രാൻ തൂക്കിയിട്ടുണ്ട്. ഇമ്രാൻ അടുത്ത കൊമ്പനെ തൂക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൊണ്ട് ഇളക്കിയിടി. ഇമ്രാൻ അടുത്ത കൊമ്പനെ തൂക്കി. അങ്ങോട്ട് കൊണ്ടുപോയി ഇളക്കി, അല്ലെങ്കിൽ വീഴും. അങ്ങനെ നമ്മൾ അപ്പുറത്തെ കുളത്തിൽ കുറേ നേരം ഇരുന്നൊരു 5-6 കിട്ടി. ഉള്ള മീനെയൊക്കെ ഇത് ചെയ്തിട്ട് നേരെ അടുത്ത കുളത്തിലോട്ട് പോവുകയാണ്. അവിടെ അവർ പിടിക്കുന്നുണ്ട്. നമ്മളിവിടെ പിടിച്ചിട്ട മീനുകളാണ് ഈ കിടന്ന് പിടയ്ക്കണത്. ഇതാ കിടക്കണേ, ഇവിടെ പിടിച്ച മീനുകളാണ് ഇവരെല്ലാവരും. ബാക്കി അപ്പുറത്ത് അവർ പിള്ളേരന്മാരവിടെ നിന്ന് പിടിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയതാണ് ഇത്രയും പേര്. ഇതിന് തൂക്കി നോക്കാം, ഇതിനുള്ള ആളിന് കൊടുത്ത് വിടാം ഇതിനെ തൂക്കിയിട്ട്. അപ്പോൾ അതായത് ഇരയൊക്കെ കൊരുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വാൽക്കുളത്തിലൊന്ന് ഇടാണ്. മീനുണ്ടായില്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹിസാം ഒരെണ്ണത്തിനെ അങ്ങനെ തൂക്കിയിട്ടുണ്ട്. എവിടെ കൊണ്ടുപോവാ? ഇപ്പുറ സൈഡ് കൊണ്ടുപോവാ. ഇതാ ഹിസാം അങ്ങനെ ഒരു ഇങ്ങോട്ട് നില്ലേ കാണട്ടെ. ഹിസാം അങ്ങനെ ഇതാ ഒരു നല്ലൊരു സിലോപ്പി തൂക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു സൈസുള്ള ഒരെണ്ണത്തിനെ തൂക്കിയിട്ടുണ്ട്. അപ്പം മീൻപിടുത്തമൊക്കെ ഏകദേശം നമ്മൾ നിർത്താറായേക്കണ്. എന്തായാലും ഉള്ള മീനെയൊക്കെ തൂക്കി വിട്ട് കഴിഞ്ഞിട്ട് 5-6 എടുത്തുകൊണ്ട് നേരെ കയറി അങ്ങ് പോവാം. മീൻ ഇടയ്ക്കും മറയ്ക്കൊക്കെ ഇതുപോലെ കിട്ടുന്നുണ്ട്. എങ്കിലും ആ സൈസുള്ളതങ്ങ് കുറഞ്ഞു. സൈസുള്ളതിൻ്റെ ആ വരവങ്ങോട്ട് നിന്നു. സൈസുള്ളത് കിട്ടുന്നില്ല ഇപ്പോൾ. കിട്ടുന്നതെല്ലാം ചെറുതാണ്. നോക്കാം, എന്തായാലും കുറച്ച് നേരം കൂടെ നോക്കാം. കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് പറ്റിയില്ല, വലിയ ആൾക്കാരൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ
മേലോട്ട് വെച്ച് വിടാം. അങ്ങനെ നടക്കൂ. അപ്പോൾ എന്തായാലും വൈകിട്ട് സമയമായതുകൊണ്ട് മഴയില്ലാതെ നിൽക്കുകയാണ്. സമയം എല്ലാം കൊണ്ടും കൊള്ളാം. ഒരാളെ കിട്ടിയിട്ടുണ്ട്. ത്രാസൊക്കെ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നു. അത് വീഡിയോ ഉണ്ട്. ഓ അങ്ങനെ. ഓ ബ്ലൈഡ് ഒക്കെ. ഓ അതാണ് അവിടെ ഇട്ടടാ. അങ്ങനത്തെ ഒരു ഇതിനകത്ത് ഒന്ന് കിട്ടിയതാ പോയി. അത് മോളിൽ കയറി പോയി. അവിടെ കുടിക്കാത്തിരിക്കുന്നു. അത് വന്നൊക്കെ അവിടെ തന്നെ. എങ്ങനെ ഇത് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ വേറെ കംപ്ലീറ്റ് കൊണ്ടുപോയി. നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു ചെറിയ ത്രാസിൻ്റെ നോക്കാം. 249 രൂപ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ അടുത്ത ആളെത്തിയിട്ടുണ്ട്. അടുത്ത സിലോപ്പി എത്തിയിട്ടുണ്ട്. നമ്മളെ അൺബോക്സിങ്ങിൻ്റെ ഇടയിൽ അടുത്ത ഒരു സിലോപ്പിയെ പൊക്കിയിട്ടുണ്ട്. എന്താണ് സാധനം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടിട്ട് കുഴപ്പമില്ല, കൊള്ളാമെന്നാണ് തോന്നുന്നത്. ഒരു ചെറിയ മാനുവലുണ്ട്. പിന്നെ 2 ചെറിയ റിമോട്ടിൻ്റെ ചെറിയ ബാറ്ററി ഉണ്ട്. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് നമ്മുടെ ത്രാസ്. നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ മീൻപിടുത്തമൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള മീനിനെയൊക്കെ എടുത്ത് ഒന്ന് തൂക്കിയൊക്കെ ഒന്ന് ഇത് ചെയ്യാം. കൊടുക്കാനുള്ളവർക്ക് കൊടുത്തൊക്കെ വിടാം. ചെറിയ മീനായിരുന്നു കിട്ടി. അതിനിടത്ത് അപ്പുറത്തെ കുളത്തിലോട്ട് ഇട്ട്. അപ്പോൾ വലിയ ആശാന്മാരൊക്കെ സൈഡിൽ നിന്നവരൊക്കെ തീർന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞൊക്കെ അടുക്കുകളെന്ന് തോന്നണം. എന്തായാലും 1-2 പ്രാവശ്യം കൂടെയൊക്കെ ഇട്ട് നോക്കിയിട്ട് ബാക്കിയിരിക്കുന്ന മീൻ 2-3 ടീമൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്ത് അവരെ അങ്ങ് നേരത്തെ കൂട്ടി ഒഴിച്ചു വിടാം. എന്നിട്ട് നിൽക്കാം. കുഞ്ഞന്മാരെല്ലാം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ പോയി പുള്ളിക്കാരൻ ഇര തോണ്ടലിൻ്റെ ബഹളത്തിലാണ്. ഇര തീർന്നു കൊണ്ടുവന്നത്. അപ്പോൾ ഇര എടുക്കുകയാണ് സൈഡിൽ നിന്ന്. അപ്പം നമുക്ക് നോക്കാം. കറക്റ്റ് 2 കിലോ. വെള്ളം ചോദിക്കാണ്ടിരുന്നു. കൊണ്ടുപോകും സാറിന്. അപ്പോൾ ഇതിനടുത്ത് അതിലോട്ട് ഹായ്, ഹലോ മച്ചന്മാരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപിടിപ്പ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. പിന്നെ മീനെല്ലാം കിട്ടിയ ഒരു 3-4 പേർക്ക് മീൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള 1-2-3-4 പേരും അവരുടെ ബന്ധുക്കളുണ്ടായിരുന്നു. അവിടുത്തെ നമ്മുടെ മീൻകുളത്തിലെ ഫാമിലി അവിടുത്തെ അവരുടെ ബന്ധുക്കൾ അവർ 3-4 പേരുണ്ടായിരുന്നു. നമ്മൾ കുട്ടികൾ എല്ലാവരും കൂടെയൊക്കെ ഇറങ്ങി. അവിടെയും നമ്മളവിടെയുള്ള എല്ലാ കുട്ടികളും നമ്മളെല്ലാവരും കൂടെയൊക്കെ ഇറങ്ങിയായിരുന്നു. ഒത്തൊരു മീൻപിടുത്തമായിരുന്നു 4 മണിക്ക് ശേഷം. അപ്പോൾ എന്തായാലും വളരെ നല്ല രസമായിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും കൂടെയൊക്കെ പോയി. അതുമല്ല ഒരു 10-15 ദിവസത്തിന് ശേഷം പോയിട്ടുള്ള ആദ്യത്തെ സംഭവമാണ്. കൊറോണയ്ക്ക് ശേഷമുള്ള ആദ്യ സംഭവമാണ്. ക്വാറന്റൈനൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ആദ്യ സംഭവമാണ്. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വീഡിയോ എടുക്കാനും പറ്റിയില്ല. അതുമല്ല ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങാനും പറ്റിയിട്ടില്ല. ലോക്കായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മീൻ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് നമ്മളൊരു ചെറിയ വെയിറ്റിന് ത്രാസിൻ്റെ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ അതും വന്നു. അതിൻ്റെ ഒരു അൺബോക്സിങ്ങും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഓൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ ഇനി അടുത്തൊരു നല്ല ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, താങ്ക് യു, ടാറ്റ, ടേക്ക് കെയർ.